ഓം ഗണപതയേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 127ാമത് സർഗമാണ്. രാമചന്ദ്രനും കൂട്ടരും അയോധ്യയിലേക്ക് പുറപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അയോധ്യയിൽ എത്തുന്നതിന് 3 യോജന ഉള്ള സ്ഥലത്താണ് ഭരദ്വാജ മുനിയുടെ ആശ്രമം. ശ്രീരാമചന്ദ്രനും കൂട്ടരും മുനിയെ കണ്ട് വന്ദിക്കുന്നതിനും വിവരങ്ങൾ പങ്കിടുന്നതിനുമായി മുനിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സർഗം തുടങ്ങുന്നത്. അങ്ങനെ പ്രവേശിച്ച സമയത്ത് രാമചന്ദ്ര പ്രഭു ഭരദ്വാജ മുനിയെ വണങ്ങിയതിനു ശേഷം ചോദിച്ചു, അയോധ്യ നഗരത്തിൽ സുഖസമൃദ്ധിയല്ലേ? ഭരതൻ എല്ലാം നന്നായി നടത്തുന്നില്ലേ? അമ്മമാര് സുഖമായി ഇരിക്കുകയല്ലേ? അങ്ങ് വിവരങ്ങളെല്ലാം അറിയുന്നുണ്ടല്ലോ അല്ലേ? അതിന് മറുപടിയായി ഭരദ്വാജ മുനി പറഞ്ഞു, അജ്ഞാവശകനായിട്ട് ജട ധരിച്ച് പാദുകങ്ങളെ പൂജിച്ച് അങ്ങയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഭരതൻ എല്ലാം ഭംഗിയായി നടത്തുന്നു. ഗൃഹത്തിൽ ഏവർക്കും സുഖമാണ്. 14 വർഷം മുമ്പ് പിതൃനിർദ്ദേശമനുസരിച്ച് യാത്ര പുറപ്പെട്ട അങ്ങയെ കണ്ട് എനിക്ക് വലിയ സങ്കടം തോന്നി. എന്നാൽ ഇന്ന് ലക്ഷ്യം സാധിച്ച് മിത്രങ്ങളോടും ബന്ധുക്കളോടും കൂടി ശത്രുക്കളെ ജയിച്ച് അയോധ്യയിലേക്ക് വരുന്ന അങ്ങയെ കണ്ടപ്പോൾ എനിക്ക് പ്രീതി തോന്നുന്നു. ഭഗവാന്റെ എല്ലാ സുഖദുഃഖങ്ങളും എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിപുലമായ ജനസ്ഥാനത്തെത്തി ബ്രാഹ്മണകാര്യം നിർവഹിക്കുവാൻ വേണ്ടി രാക്ഷസരിൽ നിന്ന് താപസരെ രക്ഷിക്കുമ്പോൾ പവിത്രയായ ഈ പത്നിയെ രാവണൻ അപഹരിച്ചതും മരീച ദർശനവും സീതയ്ക്കുണ്ടായ പീഡകളും കമന്ധ ദർശനവും പമ്പയിൽ പോയതും സുഗ്രീവനുമായി സഖ്യം ചെയ്തതും ബാലിയെ വധിച്ചതും വൈദേഹിയെ അന്വേഷിച്ചുകൊണ്ടിരുന്നതും ഹനുമാന്റെ വീരകർമ്മവും സീതയുടെ കഥ അറിഞ്ഞപ്പോഴേ നളസേതു നിർമ്മാണം ഉണ്ടായതും കപീന്ദ്രൻ ആർത്തു വിളിച്ച് ലങ്ക ചുട്ടരിച്ചതും ബലദർപ്പം പൂണ്ട രാവണനെയും പുത്രന്മാരെയും കൂട്ടരെയും വധിച്ചതും അതിനുശേഷം ദേവന്മാരുമായി സമാഗമം ഉണ്ടായതും അവർ വരം തന്നതും എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ആ തപസ് കൊണ്ട് ഞാൻ എല്ലാം മനസ്സിലാക്കി. വൃത്താന്തങ്ങൾ പറയുന്ന എൻ്റെ ശിഷ്യര് പുരിയിൽ പോകാറുണ്ട്. ധനുർവിദ്യയിൽ ഒന്നാമനായ അങ്ങയ്ക്ക് ഞാൻ ഒരു വരം തരാം. സ്വീകരിച്ച് ഇവിടെ തങ്ങി നാളെ അയോധ്യയ്ക്ക് പുറപ്പെടാം. അദ്ദേഹത്തിൻ്റെ വാക്യം സ്വീകരിച്ച് അവിടെ തങ്ങിയ ശ്രീരാമൻ അദ്ദേഹത്തോടെ ഒരു യാചന നടത്തി. എന്താണ്? എനിക്കൊരാഗ്രഹമുണ്ട്, അതങ്ങ് സാധിച്ചു തരണം. അതെന്തെന്നാൽ ആ വൃക്ഷങ്ങൾ ഇപ്പോൾ കായ്ഫലം ഉള്ള അവസ്ഥയിലല്ല ഉള്ളത്. ഞാൻ അയോധ്യയിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ മാർഗത്തിലുള്ള വൃക്ഷങ്ങൾ തേനൊഴുകുന്നവയും ഫലമൂലങ്ങൾ നിറഞ്ഞവയും ആയിത്തീരണം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് മഹർഷി അനുഗ്രഹിച്ചു. അതോടെ എല്ലാ വൃക്ഷങ്ങളും സ്വർഗത്തിലെ വൃക്ഷങ്ങളെ പോലെ കാലം നോക്കാതെ പൂത്തുലഞ്ഞു. കായ്ക്കാതിരുന്ന വൃക്ഷങ്ങള് ഫലങ്ങൾ നിറഞ്ഞതായി തീർന്നു. പൂക്കാത്ത മരങ്ങള് പൂത്തു ഉണങ്ങി നിന്നവ പച്ചില നിറഞ്ഞവയായി തീർന്നു. അയോധ്യയിലേക്കുള്ള വഴിയിലെ വൃക്ഷങ്ങളെല്ലാം ഈ വിധത്തിൽ ആയി തീർന്നു. അത് കണ്ട് സന്തുഷ്ടരായി തീർന്ന വനരന്മാര് ആ ദിവ്യഫലങ്ങള് ഇഷ്ടം പോലെ ഭുജിച്ച് സ്വർഗം കൈവന്നവരെ പോലെ സന്തുഷ്ടരായി എന്ന് പറഞ്ഞുകൊണ്ട് 127ാമത് സർഗം ഇവിടെ പൂർത്തിയാവുകയാണ്. യുദ്ധകാണ്ഡത്തിലെ എൻ്റെ വ്യാഖ്യാനം ഇവിടെ പൂർത്തിയാവുകയാണ്. ഉത്തരകാണ്ഡത്തിലെ വ്യാഖ്യാനത്തിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഏവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നും പുരാണ പുസ്തകങ്ങൾ ഈശ്വരവിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നതിന് കഴിയുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിൽ ഏവരുമായും ഈ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ സർഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതയേ നമഃ.